2026 JEE മെയിൻ ഫേസ് 1 കെമിസ്ട്രി ചോദ്യങ്ങൾ അനലൈസ് ചെയ്യുന്നു. അതിൽ ജാനുവരി 23 മോർണിംഗ് ഷിഫ്റ്റിലെ ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. ഈ 2 സ്റ്റേറ്റ്മെന്റിൽ വായിച്ചു നോക്കുന്ന സമയത്ത് ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ പ്യൂരിഫിക്കേഷൻ ടെക്നിക് എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. സബ്ലിമേഷൻ ഈസ് യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് കോമ്പൗണ്ട് വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ്. തെറ്റ്. നമുക്കറിയാം സബ്ലിമേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? ഒരു കമ്പൗണ്ട് സബ്ലൈമബിളും മറ്റേ ആൾ സബ്ലൈമബിൾ അല്ലാത്ത ആളും ആകുമ്പോഴാണ്. അപ്പം ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ആളെയാണോ സബ്ലിമേഷൻ വെച്ച് പ്യൂരിഫൈ ചെയ്യുക? നോ, ദിസ് ഇസ് ഡെഫിനറ്റ്ലി ഫോൾസ്. അടുത്തത് സ്റ്റേറ്റ്മെന്റ് 2. ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഇൻക്രീസസ് ആസ് എക്സ്റ്റേണൽ പ്രഷർ ഈസ് റെഡ്യൂസ്ഡ്. നിങ്ങൾക്കറിയാം മലകളുടെയൊക്കെ മുകളിൽ, അതായത് ആൾട്ടിറ്റ്യൂഡ് കൂടുന്ന സമയത്ത്, ഓക്കെ, ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പ്രഷർ കുറവാണ്, ലോ പ്രഷറാണ്. പ്രഷർ കുറയുന്ന സമയത്ത് അവിടെ ബോയിലിംഗ് പോയിന്റ് കുറയും. 100 ഡിഗ്രിക്ക് പകരം 96-97 ഡിഗ്രിയിൽ വാട്ടർ ബോയിലാവും. ഇവിടെ പറയുന്നത് എന്താ? ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഈസ് ഇൻക്രീസ്ഡ് ആസ് എക്സ്റ്റേണൽ പ്രഷർ ഈസ് റെഡ്യൂസ്ഡ്. അല്ല, എക്സ്റ്റേണൽ പ്രഷർ കുറയുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് കുറയുക ചെയ്യേണ്ടത്. ഇവർ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ ഫോൾസ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആയതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഈസ് 4.